ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡ്രൈ സ്കിൻ എങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈസി ടിപ്പാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ബിഗ് താങ്ക്സ് എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയത് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നിന്നൊക്കെ നമ്മളിടുന്ന എല്ലാ വീഡിയോസും അങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസ് തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായി എന്നൊക്കെ അറിഞ്ഞതില്. അപ്പൊ കണ്ടിട്ടില്ലാത്തവർ എല്ലാവരും പോയി കാണാട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്ന ഈ ടിപ്സ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഒരുപാട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം തോന്നും. അപ്പൊ തന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഇഷ്ടം കൂടുകയും ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഇപ്പൊ ഡ്രൈ സ്കിൻ, ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഡ്രൈ സ്കിന്നിന്റെയാണ്. അപ്പൊ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തത് പാദം വീണ്ടും കീറുന്നത്, അതായത് ക്രാക്കറ്റിനെ കുറിച്ചാണ്. അപ്പം അതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഇനി ചെറുതായിട്ടൊന്ന് പാദം വീട്ടിൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല മാറ്റം കിട്ടും. അതേ സമയത്ത് ഒരുപാട് നല്ല ഹെവി ആയിട്ട് ഈ പ്രശ്നങ്ങളുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 തവണ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും മാറുള്ളൂ. അപ്പോ അത് ഓരോരുത്തരുടെ സ്റ്റേജസ് അനുസരിച്ചിരിക്കും കേട്ടോ. നമ്മൾ പറയാൻ പോകുന്നത് ഡ്രൈ സ്കിന്നിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ഏറ്റവും നല്ല ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പം ഇത് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലാത്ത ഒരു അടിപൊളി ടിപ്സും അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 ടിപ്പാണ് കേട്ടോ മൊത്തത്തിൽ ഞാൻ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. അതിനു മുമ്പ് പുതിയതായിട്ട് വീഡിയോ കാണുന്നവര് വെൽക്കം ടു മൈ ചാനൽ. എന്റെ പേര് അശ്വതി. അപ്പോ പുതിയതായിട്ട് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ ഇതുകൊണ്ട് ടിപ്സ് ഇടുകയാണെങ്കിലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പൊ നമുക്ക് ആ ടിപ്സ് എന്താണെന്ന് നോക്കാം അല്ലെ. അപ്പൊ ഒന്നാമത്തെ ടിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നല്ല സൂപ്പർ ആയിട്ട് വർക്കാവുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. നമ്മുടെ റോസ് വാട്ടർ അതുപോലെ ഗ്ലിസറിൻ മിക്സ്. റോസ് വാട്ടർ എത്ര അളവിൽ എടുക്കുന്നോ അതേ അളവിൽ തന്നെ ഗ്ലിസറിൻ എടുക്കുക. അത് രണ്ടും കൂടി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഡ്രൈ സ്കിൻ ഉള്ളിടത്തെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കണ്ടിന്യൂസ്ലി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കിൻ എത്രത്തോളം ഉണ്ടോ, ഇപ്പൊ ചെറുതായിട്ടൊന്നും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 2 തവണ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാറും. നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ടുള്ള സമയത്തോ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എപ്പോഴും അപ്ലൈ ചെയ്ത് നമുക്ക് ആ ഒരു വെറ്റായിട്ട് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ലൊരു മിക്സ് ആണത്. അപ്പൊ റോസ് വാട്ടർ ഗ്ലിസറിൻ മിക്സ് ഡ്രൈ സ്കിന്നുള്ള ഒരു മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണെന്ന് ഞാൻ പറയുള്ളൂ. അത്രയ്ക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് എന്തായാലും മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ പാമ്പിന്റെ തൊലി പൊടിഞ്ഞു വരുന്ന പോലെ അത്ര ഹെവി ആയിട്ടുള്ള ഡ്രൈ സ്കിന്നുള്ള ആളുകളുണ്ട്, അതുപോലത്തെ അസുഖമുള്ള ആളുകളുണ്ട്. അവർക്ക് പോലും ഈ ഒരു മിക്സ് അടിപൊളിയാണ്. നമുക്ക് എത്രത്തോളം നമ്മുടെ സ്കിന്ന് ഡാമേജ് ആണ്, നമുക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ സ്ക്രാച്ച് വീഴുന്ന അവസ്ഥ അല്ലെങ്കിൽ പൊളിഞ്ഞു പോകുന്ന അവസ്ഥ, ഇതിനൊക്കെ ഈ മിക്സ് സൂപ്പർ ആണ് കേട്ടോ. അപ്പോ റോസ് വാട്ടർ പ്ലസ് ഗ്ലിസറിൻ എല്ലാവരും ഓർത്ത് വെച്ചു. ഇനി രണ്ടാമത്തെ സൂപ്പർ ആയിട്ടുള്ള വേറൊരു ടിപ്പ് എന്താണെന്നറിയോ, ആൽമണ്ട് ഓയില്. അതായത് നമ്മുടെ ബദാം ഓയില്. ബദാം ഓയില് 1 സ്പൂൺ, രണ്ടാമത് 1 സ്പൂൺ പാല്, മൂന്നാമത് 1 സ്പൂൺ പഞ്ചസാര. ഇത് 3ഉം കൂടി ഒരു ബൗളിലേക്ക് എടുത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബൗളിലേക്ക് ഇട്ട് ഇത് 3ഉം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്ത് പഞ്ചസാരയുടെ ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് അവസാനം നമുക്ക് ഇത് 3 ഓരോ സ്പൂൺ വെച്ച് എടുക്കുമ്പോൾ ഈസ്റ്റ് കണക്കിലാവുമ്പോ നമുക്ക് ഇതൊരു ക്രീം ടെക്സ്ചറിൽ കിട്ടും. അതാണ് ഈ പഞ്ചസാരയുടെ തരി പോലും ഇല്ലാത്തത്ര അടിച്ചെടുക്കുന്നത് പറയുന്നത് കേട്ടോ. അപ്പൊ അതേ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ക്രീം ടെക്സ്ചറിൽ കിട്ടും. ഇത് 3ഉം കൂടി നമുക്ക് വീക്കിലി ഒരു 2 തവണ വെച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവും. നിങ്ങൾക്ക് ഇത് മുഖത്തോ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാം. നല്ലൊരു ഗ്ലോവും ഉണ്ടാവും. അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് രണ്ടും കിട്ടാവുന്ന സാധനങ്ങളേ ഉള്ളൂ. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്തായാലും അറിയിക്കണം. മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട 2 തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒന്നാമത്തത് ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. ഇനി ഇൻ കേസ് അതെങ്ങാനും വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഹെവി ആയിട്ടുള്ള ഡ്രൈ സ്കിൻ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്തായാലും മാറിയിരിക്കും. അപ്പം ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും റിസൾട്ട് കിട്ടുന്ന ഒരു 2 പാക്കാണ് കേട്ടോ ഇത് രണ്ടും. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വർക്കാവുന്നത് നമുക്ക് നോക്കാമല്ലോ. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കെല്ലാം കൂടി ഷെയർ ചെയ്തെത്തിക്കുക. പിന്നെ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.